മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 95-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ത്വൽഭക്തോ ബാധ്യമാനോപി ച വിഷയരസൈരിന്ദ്രിയാശാന്തിഹേതോർഭക്ത്യൈവാക്രമ്യമാണൈഃ പുനരപി ഖലു തൈർദുർബലൈർനാഭിജയ്യ സപ്താർച്ചിർദീപിതാർച്ചിർദഹതി കില യഥാ ഭൂരിദാരു പ്രപഞ്ചം ത്വദ്ഭക്ത്യോഖേ തഥൈവ പ്രദഹതി ദുരിതം ദുർമദക്വേന്ദ്രിയാണം. നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങേയറ്റം ഭക്തിയുള്ള ആൾക്ക് എങ്ങനെയാണ് ആ ജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു. ആ ഭക്തിയുടെ അങ്ങേയറ്റത്തുള്ളതായിട്ടുള്ള അവസ്ഥ, ബ്രഹ്മലോകവും വേണ്ട, ഇന്ദ്രലോകം വേണ്ട, യോഗസിദ്ധികൾ വേണ്ട, എനിക്ക് എന്തിനു പറയണു, എനിക്ക് മോക്ഷം കൂടി ആവശ്യമില്ല. അതായത് അങ്ങനെ ഭക്തന്മാർക്ക്, എനിക്കെന്ന് പറയണില്ല, ഭക്തന്മാർക്ക് ആ മോക്ഷം കൂടി അവർ ആഗ്രഹിക്കില്ല. ഭക്തി ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഭക്തിയുടെ ആ പരമായിട്ടുള്ള അവസ്ഥ അത് തന്നെയാണ് ഈ മുക്തി എന്ന് പറയുന്ന അവസ്ഥയും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല. എല്ലാവർക്കും അത്രത്തോളമുള്ളതായിട്ടുള്ള ഭക്തി ഉണ്ടാവുക അത് വളരെ എളുപ്പമല്ല. അതായത് ഈ ഇന്ദ്രിയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചും കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ മനുഷ്യൻ്റെ ഭക്തി അത്രത്തോളം ആ പാരമ്യത്തിലെത്താൻ സമ്മതിച്ചില്ല എന്ന് വരും. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം അതാണ്. ആ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളെ അതാതിലേക്ക് വിളിച്ചു പിടിക്കും. ആ ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് പോവും. അപ്പോൾ മനസ്സും അതിൻ്റെ ഒപ്പം പോവും, ബുദ്ധി അതിൻ്റെ ഒപ്പം പോവും. അങ്ങനെയാണ് ആത്മാവും അതിൻ്റെ ഒപ്പം പോവും എന്നാണ്. അപ്പം അങ്ങനെ ഈ വിഷയരസങ്ങൾ, അതായത് അനുഭവിക്കാൻ ഇതായിട്ടുള്ളതായിട്ടുള്ള ആ വിഷയങ്ങൾ നമുക്ക് താല്പര്യം ഉണ്ടാവും, വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാവും. ആ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളെ പിടിച്ചു വലിക്കും. ഇന്ദ്രിയങ്ങൾക്ക് അങ്ങോട്ട് പോകാനാണ് വാസന അധികം. ഈ ബുദ്ധിയോടുകൂടി നിൽക്കാനല്ല, അധികം പുറത്തേക്ക് പോകാനാണ് വാസന. അപ്പോൾ അങ്ങനെ വിഷയരസങ്ങളിലേക്ക് പിടിച്ചു വലിക്കപ്പെടും മനസ്സ് എന്നാണ്. ആ മനസ്സപ്പോൾ തൻ്റെ ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള ആ ബുദ്ധിയെയും കൊണ്ടുപോകും, ബുദ്ധി ആത്മാവിനെയും കൊണ്ടുപോകും. ഇങ്ങനെയാണ് തകരാറ് വരണത് എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഈ ഇന്ദ്രിയങ്ങൾക്ക് അത്ര ശക്തി ഉള്ളതായതുകൊണ്ട്, വിഷയരസങ്ങൾക്ക് അത്ര ശക്തി ഉള്ളതായതുകൊണ്ട് അവ ഇന്ദ്രിയങ്ങളെ പിടിച്ചു വലിച്ചു എന്ന് വരാം എന്നാണ്. ത്വൽഭക്ത, ഭക്തനാണ് എങ്കിലും, ഭഗവാന്റെ ഭക്തനാണ് എങ്കിലും, ബാധ്യമാനഃ അപി വിഷയരസൈഹി, വിഷയരസങ്ങളാൽ ബാധ്യമാനമായിട്ട്, ബാധിക്കപ്പെട്ടവനായിട്ട്, അവയാൽ പിടിച്ച് വലിക്കപ്പെട്ട വിഷയരസങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ, മനോഹരമായ കാഴ്ചകൾ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സ്വാദുള്ളതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇങ്ങനെ ഓരോന്ന് പിടിച്ചു വലിച്ചും കൊണ്ടിരിക്കും. അത് വേണം ഇത് വേണം എന്നുള്ളതായിട്ടുള്ള തോന്നലുണ്ടാവും. അങ്ങനെ ബാധ്യമാനഃ അപി, അവയാൽ ബാധിക്കപ്പെടുന്നു എങ്കിലും, വിഷയരസങ്ങളാൽ ബാധിക്കപ്പെടുന്നു എങ്കിലും. എന്തുകൊണ്ടാണ് അങ്ങനെ ബാധിക്കപ്പെടുന്നത്? ഇന്ദ്രിയ അശാന്തി ഹേതോ, ഇന്ദ്രിയങ്ങൾക്ക് ശാന്തി ഇല്ലാത്തത് കൊണ്ട്. ഇന്ദ്രിയങ്ങളുടെ അശാന്തി, ശാന്തത ഇല്ലായ, ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ശക്തി നമുക്ക് കുറയുമ്പോൾ അശാന്തി ഹേതോഹോ, അത് വിഷയങ്ങളിലേക്ക് പോവും. ഭക്തി അവിടെ ഒഴിമാറി കൊടുക്കേണ്ടി വരും എന്നാണ്. ഇന്ദ്രിയങ്ങൾക്ക് ശാന്തത സംഭവിക്കാതിരിക്കുമ്പോൾ അവ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അവയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഈ ഭക്തിയിലേക്ക് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ അവിടെ തങ്ങാനായിട്ട് സാധിക്കാതെ കണ്ടുവരും, ഇന്ദ്രിയങ്ങൾ ഇതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ എന്നാണ്. ഇന്ദ്രിയ അശാന്തി ഹേതോഹോ, ഇന്ദ്രിയങ്ങൾക്ക് ശാന്തത ഇല്ലാത്തത് കൊണ്ട് വിഷയരസൈ ബാധ്യമാനഃ, വിഷയരസങ്ങളാൽ ബാധിക്കപ്പെടുന്നു എന്നാര്? ത്വൽഭക്ത, അങ്ങയുടെ ഭക്തൻ ആ വിഷയരസങ്ങളെ കൊണ്ട് ബാധിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾക്ക് ശാന്തത ഇല്ലാത്തത് കൊണ്ട് എന്നാണ്. ഇനി അത് പക്ഷേ സ്ഥിരമൊന്നുമല്ല എന്ന് പറയുകയാണ്. ഭക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭക്തി തന്നെ ഒടുക്കം ജയിച്ചോളും എന്നാണ്.
ഭക്തിയൈവ ആക്രമ്യമാണൈഃ പുനരപി ഖലു തൈഃ ദുർബലൈഃ നാഭിജയ്യഃ തൈഃ ന അഭിജയ്യഃ അവയാൽ ജയിക്കപ്പെടുവാൻ സാധ്യമല്ല. ആ ഭക്തനെ ജയിക്കാൻ ഈ വിഷയരസങ്ങൾക്ക് സാധിക്കില്ല എന്നാണ്. ഏത് ഭക്തനെ ജയിക്കാനാണ്? ഭക്തിയൈവ ആക്രമ്യമാണൈഃ ആ വിഷയരസങ്ങളെ ഭക്തി അങ്ങോട്ടും ആക്രമിക്കും. അങ്ങനെ ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തി വിഷയരസങ്ങളെ ആക്രമിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ വിഷയരസങ്ങൾക്ക് ബലമില്ലാണ്ടാവും. ആ ബലമില്ലാണ്ടാവുമ്പോൾ ഭക്തി അവയെ കീഴ്പ്പെടുത്തും എന്നാണ്. വിഷയരസങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് ഭക്തി തന്നെ ജയിക്കും എന്നാണ് പറയുന്നത്. ഭക്തിയൈവ ആക്രമ്യമാണൈഃ ഭക്തിയാ ഏവ ആക്രമ്യമാണൈഃ ഭക്തിയാൽ തന്നെ ആക്രമിക്കപ്പെടുന്നത് ആരാണ്? വിഷയരസങ്ങൾ. ആക്രമ്യമാണൈഃ പുനരപി ഖലു തൈഃ ദുർബലൈഃ അപ്പം അങ്ങനെ ആക്രമിക്കുമ്പോൾ ഭക്തി തിരിച്ചങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അവർ ദുർബലങ്ങളായി തീരും. ആര്? വിഷയരസങ്ങൾ. അവർക്ക് ഇപ്പോൾ ഭക്തി അങ്ങേയറ്റം ഭക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിലും അത് വേണ്ടാന്ന് നോക്കിയങ്ങൾ. അതുമാതിരി മനോഹരങ്ങളായിട്ടുള്ള ചിത്രങ്ങളോ സിനിമയോ അങ്ങനെ എന്താ കാണണം എന്ന് തോന്നണമെന്ന് വെച്ചാൽ അതും വേണ്ടാന്ന് വയ്ക്കും. എന്താണ്? ഭക്തി അവിടെ കൂടുതൽ താല്പര്യം, ബലം ഭക്തിക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ അത് വിഷയരസങ്ങൾക്ക് ബലം ഇല്ലാണ്ടാവും എന്നാണ്. പുനരപി ഖലു തൈഃ ദുർബലൈഃ ദുർബലങ്ങളായിട്ട് തീരുന്ന ആ വിഷയരസങ്ങൾക്ക് മനുഷ്യനെ, ഭക്തനെ ആക്രമിക്കാൻ, ജയിക്കാൻ സാധിക്കാതെ കണ്ടുവരും എന്നാണ്. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്. സപ്താർച്ചിഹി എന്ന് പറഞ്ഞാൽ അഗ്നി. ദീപിതാർച്ചിഹി ദീപിതങ്ങളായിട്ടുള്ള അർച്ചികളോടുകൂടി, അർച്ചിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളങ്ങൾ. ആ അഗ്നിയുടെ നാളങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നാളങ്ങളാവുമ്പോൾ, അതായത് ഭക്തി ശക്തിയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ്. സപ്താർച്ചിഹി ദീപിതാർച്ചിഹി ദീപിതമായ അർച്ചിക്സുകളോടുകൂടിയ, ദീപിതമായ നാളങ്ങളോടുകൂടിയ സപ്താർച്ചിഹി 7 വിധത്തിലുള്ളതായിട്ടുള്ള അഗ്നികളുണ്ട് എന്നൊക്കെയാണ് പറയണത്. അതാണ് സപ്താർച്ചിഹി എന്ന് പേര്. നാളങ്ങൾ 7 വിധത്തിലുള്ളതായിട്ടുള്ള ദക്ഷിണാഗ്നി, അഗ്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല അഗ്നികളുണ്ട്. അപ്പം അങ്ങനെ 7 വിധത്തിലുള്ളതായിട്ടുള്ള അഗ്നികൾ, നാളങ്ങളോട് കൂടിയതായിട്ടുള്ള അഗ്നി ആയതുകൊണ്ടാണ് സപ്താർച്ചിഹി എന്നതിന് പേര് വന്നത്. അപ്പം അങ്ങനെ സപ്താർച്ചിഹി ദീപിതാർച്ചിഹി ദീപിതമായ, ദീപ്തമായി തീർന്ന അർച്ചിസുകളോടുകൂടിയ, ദീപ്തമായ നാളങ്ങളോടുകൂടിയ അഗ്നി ദഹതികില ദഹിപ്പിക്കുന്നുണ്ടല്ലോ. എന്തിനെ? ഭൂരി ദാരുപ്രപഞ്ചം. ദാരുപ്രപഞ്ചത്തിനെ ധാരാളം എത്ര വിറകുണ്ടായാലും അതിനെയൊക്കെ അഗ്നി ദഹിപ്പിക്കണില്ലേ? എത്ര ബലശക്തി എത്ര വിറകുണ്ട് കൂട്ടിയിട്ട് എന്ന് വെച്ചാലും ആ വിറകിനെയൊക്കെ അഗ്നി ദഹിപ്പിക്കും. എന്താണ്? ദീപ്തമായിട്ടുള്ള അർച്ചിസാണ് എന്നുണ്ടെങ്കിൽ, അഗ്നിയുടെ നാളങ്ങൾക്ക് നല്ല ശക്തി ഉണ്ടെങ്കിൽ എത്ര വിറകിനെയും അത് ദഹിപ്പിക്കൂലോ. അത് മാതിരിയാണ് എന്നാണ്. സപ്താർച്ചിഹി ദീപിതാർച്ചിഹി ദഹതി കില യഥാ ഭൂരിദാരു പ്രപഞ്ചം. എത്ര വിറകുണ്ടെങ്കിലും അതിനെയൊക്കെ അഗ്നി കത്തിക്കും. ഇത് ദീപ്തമായിട്ടുള്ള അർച്ചിസുകളുണ്ട് എങ്കിൽ അഗ്നിക്ക് അങ്ങോട്ട് ശക്തി ഇല്ല എന്നുണ്ടെങ്കിലോ, നാളങ്ങൾക്കൊന്നും ശക്തിയില്ല, എവിടെയെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ അഗ്നി തന്നെ കെടുകയുള്ളൂ, അല്ലേ? അപ്പം ബാക്കി കാറ്റ് അങ്ങനെയുള്ള ഇതൊക്കെ ആ അഗ്നിയെ ബാധിക്കും. അപ്പം അഗ്നി കെടും. പക്ഷേ ആ നാളങ്ങൾക്ക് നല്ല ശക്തിയുള്ള നാളങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വിറക് കൂട്ടത്തെ മുഴുവനെ അത് കത്തിക്കും എന്നുള്ളതാണ്. അതുമാതിരി ഭൂരിദാരുപ്രപഞ്ചം, ഭൂരിയായിട്ടുള്ള ധാരാളമായിട്ടുള്ള ദാരുപ്രപഞ്ചത്തിനെ മുഴുവൻ ആ നല്ല ശക്തിയായ നാളങ്ങളോടുകൂടിയ അഗ്നി നശിപ്പിക്കുന്നത് പോലെ ത്വൽഭക്ത്യോഖേ തഥൈവ പ്രദഹതി ദുരിതം ദുർമദഹ്വേന്ദ്രിയാണം തഥായേവ. അപ്രകാരം തന്നെ ത്വൽഭക്ത്യോഖേ ദുരിതം പ്രദഹതി. ത്വൽഭക്ത്യോഖേ അങ്ങയുടെ ഭക്തിയുടെ പ്രവാഹം, ഭക്തി ഒരു പ്രവാഹം പോലെ ഉണ്ടാവുകയാണെന്നാണ്. ആ പ്രവഹിക്കും ഭക്തി, അതിന് ശക്തി വളരെ കൂടും. ആ പ്രവാഹരൂപത്തിലുള്ളതായിട്ടുള്ള അഗ്നിക്ക് ശക്തി കൂടും. അപ്പം അങ്ങനെ ത്വൽഭക്തിയുടെ ഓഹം, അങ്ങയുടെ ഭക്തിയുടെ ഓഹം, പ്രവാഹം ദഹതി കില എന്താണ്? തഥൈവ പ്രദഹതി ദുരിതം എല്ലാ ദുരിതങ്ങളെയും അങ്ങ് ദഹിപ്പിക്കണു എന്നാണ്.
ഭക്തി, ഭഗവത് ഭക്തി എല്ലാ ദുരിതങ്ങളെയും ദഹിപ്പിക്കുമ്പോൾ പിന്നെ ഈ ഇന്ദ്രിയങ്ങൾക്ക് എവിടുന്നാണ് ശക്തി ഉണ്ടാവുക എന്നാണ്. എല്ലാ ദുരിതങ്ങളും പോയി കഴിഞ്ഞാൽ, അതായത് ആ ഇതിന് ശക്തി കൊടുക്കുന്നത് ദുരിതങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾക്ക് ശക്തി കൊടുക്കുന്നത് നമ്മുടെ സഞ്ചിതങ്ങളായിട്ടുള്ള പാപങ്ങളാണ്, കർമ്മഫലം ആണ് അതിൻ്റെ ശക്തി കൊടുക്കുന്നത് എന്നാണ്. ഈ വിഷയങ്ങൾക്ക് നമ്മളെ പിടിച്ചു വലിക്കാനുള്ളതായിട്ട് ശക്തി കൊടുക്കുന്നത് നമ്മുടെ പൂർവജന്മാർജിതമായിട്ടുള്ള, പൂർവജന്മമില്ല ഈ ജന്മത്തിലായാലും വിരോധമില്ല, ആർജിതമായിട്ടുള്ള ആ സംസ്കാരമാണ് ഇതിന് ശക്തി കൊടുക്കുന്നത്. ആ സംസ്കാരം അങ്ങോട്ട് മുഴുവൻ ഈ ഭക്തി കൊണ്ട് അങ്ങോട്ട് നശിച്ചു കഴിഞ്ഞാൽ, ആ പാപം മുഴുവൻ ഈ ഭക്തി കൊണ്ട് നശിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ ഇന്ദ്രിയങ്ങൾക്ക് ഒരു ശക്തി ഇല്ല എന്ന് പറയാണ്. ദുർമത ക്വേന്ദ്രിയാണാം, ഇന്ദ്രിയാണാം ദുർമത ക്വ. പിന്നെ അവിടെ എവിടെയുണ്ട് ഇന്ദ്രിയങ്ങളുടെ ഈ ദുർമതം, അഹങ്കാരം, അതായത് ഇളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിക്കോളാം എന്നുള്ളതായിട്ടുള്ള ഒരു അഹങ്കാരം ഇന്ദ്രിയങ്ങൾക്ക്, അത് പിന്നെ എവിടെ നിൽക്കും? അതുണ്ടാവില്ല എന്നാണ്. ത്വൽഭക്ത, അങ്ങയുടെ ഭക്തൻ, ബാധ്യമാനഹ അപി വിഷയരസൈ, വിഷയരസങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, അവയുടെ ആസ്വാദ്യത അതുകൊണ്ട് ബാധ്യമാനഹ അപി ബാധിക്കപ്പെടുന്നുണ്ട് എങ്കിലും ഇന്ദ്രിയ അശാന്തി ഹേതോ, എന്തുകൊണ്ടാണ് ബാധിക്കാൻ കാരണം? ഇന്ദ്രിയങ്ങൾക്കുള്ളതായ അശാന്തി ഹേതുവായിട്ട്. ഇനി ഭക്തിയേവ ആക്രമ്യമാണ് അങ്ങനെ യഥാർത്ഥ ഭക്തനാവുമ്പോൾ ആ ഭക്തി തന്നെ ഈ വിഷയരസങ്ങളെയൊക്കെ അങ്ങോട്ട് തിരിച്ചാക്രമിക്കും. അപ്പം അങ്ങനെ ആക്രമിക്കുമ്പോൾ ആ വിഷയരസങ്ങളുടെ ബലം ഇല്ലാതെ കണ്ടാവും. ആ വിഷയരസങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്കും ബലം ഇല്ലാതെ കണ്ടാവും. ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ ഓടാനുള്ളതായിട്ട് ശക്തി ഇല്ലാണ്ടാവും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ സപ്താർച്ചി ദീപിതാർച്ചി, നല്ല പ്രകാശമുള്ള നാളങ്ങളോട് കൂടിയതായ അഗ്നി വിറകിനെ എന്നതുപോലെ, എത്ര വലിയ വിറക് കൂട്ടം ആണെങ്കിലും അതിനെയൊക്കെ നശിപ്പിക്കുന്നത് പോലെ ഈ ഭക്തി വർദ്ധിക്കുമ്പോൾ, വർദ്ധിച്ചതായിട്ടുള്ള ഭക്തി ഈ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ മുഴുവൻ കത്തിച്ച് കളയുന്നു എന്നാണ്, നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ പിന്നെ ആ ഇന്ദ്രിയങ്ങൾക്ക് അഹങ്കാരം എവിടുന്നുണ്ടാവും? അവരുടെ മതം ഒക്കെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. ആ ഭക്തി തന്നെ ഒടുവിൽ ജയിക്കും എന്നുള്ളതാണ്. ത്വൽഭക്തോ ബാധ്യമാനോപി ച വിഷയരസൈരിന്ദ്രിയാശാന്തിഹേതോർഭക്ത്യൈവാക്രമ്യമാണൈ പുനരപി ഖലു തൈർദുർബലൈർനാഭിജയ്യഃ സപ്താർച്ചിർദീപിതാർച്ചിർദഹതി കില യഥാ ഭൂരിദാരു പ്രപഞ്ചം ത്വൽഭക്ത്യോഖേ തഥൈവ പ്രദഹതി ദുരിതം ദുർമദ ക്വേന്ദ്രിയാണം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സ്വാധീനിച്ചിന്ദ്രിയങ്ങൾ വിഷയസുഖമതിൽ താഴ്ത്തിയാൽ നിന്റെ ഭക്തർ ഭക്ത്യാ പ്രത്യാക്രമിച്ചിട്ടവേയഥ തുലോം ശക്തിയില്ലാത്തതാക്കും. ആളിക്കത്തുന്ന തീയാ വിറകത് സകലം ചാമ്പലാക്കുന്ന പോലെ തീരും ഭക്തിപ്രവാഹേ ദുരിതമഖിലവും പിന്നെയെന്തിന്ദ്രിയങ്ങൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.